To all, നമ്മൾ ഇന്ന് ഈ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ലൈഫ് അഷുറൻസ് ഫണ്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആസ് ഓൺ 31st March 2020 ഈസ് 86,48,000. The interim bonus paid during the period was 1,48,000. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയം ബോണസ് എത്രയാണെന്ന് കിട്ടി, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എത്രയാണെന്ന് കിട്ടി. ദ നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറേഷൻ വാല്യുവേഷൻ അനുസരിച്ചുള്ള നെറ്റ് ലയബിലിറ്റി കിട്ടി 74,25,000. സർപ്ലസ് ബോട്ട് ഫോർവേഡ് ഫ്രം ദി പ്രീവിയസ് വാല്യുവേഷൻ പീരീഡ്, പ്രീവിയസ് ഇയറിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് ഇയറിലെ പ്രോഫിറ്റ് 8,50,000. ദ ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി പ്രപ്പോസ്ഡ് ടു ക്യാരി ഫോർവേഡ് 9,31,000. ഡയറക്ടേഴ്സ് 9,31,000 ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടു ഡിസൈഡ് ദ ബാലൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പോളിസി ഹോൾഡേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 1:10. നമ്മളുടെ അടുത്ത് കാണാൻ പറഞ്ഞേക്കുന്നത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്, സെക്കൻഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി വാല്യുവേഷൻ പീരീഡ്, തേർഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ വാല്യുവേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഫോർമാറ്റ് കണ്ടിരുന്നു. അതായത് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ് എഴുതാം, അതിൽ നിന്ന് നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറി വാല്യുവേഷൻ കണ്ടുപിടിച്ച് നമ്മൾ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. ഫസ്റ്റത്തെ ഐറ്റം എന്താ? ബൈ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ്. ഇവിടെ നമുക്ക് എത്ര വന്നേക്കണേ? ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 86,48,000 ബൈ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ്. എമൗണ്ട് 86,48,000. പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 86,48,000. ഇനി നമുക്ക് എന്താ കാണുന്നത്? നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽസ് വാല്യുവേഷൻ. നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദ നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട് 74,25,000. 74,25,000 to net liability as per actuarials valuation. ആ എമൗണ്ട് വരുന്നത് 74,25,000. ഇനി ഈ 2 സൈഡും കൂടി നമ്മൾ ബാലൻസ് ചെയ്യണം. കൂടുതലുള്ളത് ഏത് സൈഡിലാണ്? 86,48,000 അല്ലേ? 86,48,000. ഇതിൽ നിന്ന് 74,25,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 12,23,000 കിട്ടും. ഇതാണ് നമ്മുടെ സർപ്ലസ് എന്ന് പറയുന്ന എമൗണ്ട്, സർപ്ലസ്. അപ്പോൾ നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ ചെയ്തത് ലൈഫ് അഷുറൻസ് ഫണ്ട് എത്രയെന്ന് എഴുതി, അതിൽ നിന്ന് നമ്മൾ നെറ്റ് ലയബിലിറ്റി കുറച്ചു, ബാക്കി വരുന്ന എമൗണ്ട് ഈ സൈഡിലായതുകൊണ്ട് അത് സർപ്ലസ് ആണ്. ഇനി നമ്മൾ അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടുപിടിച്ചു, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ചു. സെക്കൻഡ് എന്താ പറഞ്ഞേക്കണേ? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി വാല്യുവേഷൻ പീരീഡ്. വാല്യുവേഷൻ പീരീഡിൽ മാത്രം എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചു സർപ്ലസ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റ് ഇതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സർപ്ലസ് ആസ് പെർ ബാലൻസ് ഷീറ്റ്, അത് നമ്മൾ ആ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലെ സർപ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് എമൗണ്ട് കുറയ്ക്കാനുണ്ട്, പിന്നെ കൂട്ടാനുണ്ട്. അത് കഴിഞ്ഞുമ്പോൾ നമുക്ക് നെറ്റ് സർപ്ലസ് കിട്ടും. അപ്പം നമുക്ക് നോക്കാം.
ഫസ്റ്റ് സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എത്ര എമൗണ്ടാണ്? 12,23,000. ഇനി നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യണം, കുറച്ച് എമൗണ്ട് ലെസ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് ഇൻറ്റീരിയം ബോണസ് പെയ്ഡ്. ഇൻറ്റീരിയം ബോണസ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എത്ര എമൗണ്ടാണ്? The Indian bonus paid during the period was 1,48,000. 1,48,000 ഇതിൻ്റെ കൂടെ സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടും 13,71,000. ഇതിൽ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഈ വർഷത്തെ പ്രോഫിറ്റാണ്. ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ലെസ് സർപ്ലസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം പ്രീവിയസ് പീരീഡ്. കഴിഞ്ഞ വർഷത്ത് നമ്മൾ കൊണ്ടുവന്നേക്കണ പ്രോഫിറ്റ് അതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ഈ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എത്രയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്? 8 lakh. കണ്ട, സർപ്ലസ് ബോട്ട് ഫോർവേഡ് ഫ്രം ദി പ്രീവിയസ് വാല്യുവേഷൻ പീരീഡ് വാസ് 8,50,000. അപ്പം നമ്മൾ ഇതിൽ നിന്ന് 8,50,000 കുറച്ച് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് പ്രോഫിറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വർഷത്തെ പ്രോഫിറ്റ് കിട്ടുക. ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 5,21,000 ആണ് കിട്ടുക. പ്രോഫിറ്റ് ഫോർ ദി ഇയർ, ഈ വർഷത്തെ പ്രോഫിറ്റാണ് നമ്മളോട് സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ സെക്കൻഡത്തെയായി പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. കഴിഞ്ഞ വർഷം നമ്മൾ കൊണ്ടുവന്ന എമൗണ്ട്, കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ടോട്ടൽ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് എഴുതുമ്പോഴാണ് ഈ വർഷത്തെ പ്രോഫിറ്റ് കിട്ടുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഈ പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. നമുക്കപ്പോൾ ആദ്യം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം. ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ, നമുക്ക് എത്ര പ്രോഫിറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. ഈ ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ എല്ലാം കൂടി ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ ടോട്ടൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്? ഇത്രയും. ഇതിൽ നിന്ന് ഈ വർഷത്തെ കണ്ടുപിടിക്കാനാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് കുറച്ചത്. അത് വേണ്ട, നമുക്ക് മൊത്തത്തിലുള്ള പ്രോഫിറ്റാണ് അറിയേണ്ടത്. 13,71,000. ഈ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന എമൗണ്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വിനിയോഗിക്കാൻ പറ്റില്ല, അത് ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എഴുതണം. ലെസ് അവർ പറഞ്ഞേക്കണ ആ പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട എമൗണ്ട്, പ്രോഫിറ്റ് ടു ബി ക്യാരി ഫോർവേഡ്. എത്ര എമൗണ്ട് തന്നിന്? 9,31,000. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് ഉണ്ട്. ഈ പ്രോഫിറ്റിൻ്റെ ഇത്രയും എമൗണ്ട് ഡയറക്ടേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യണം നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടെ കുറച്ച് കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 4,40,000. ഇതാണ് നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഡിവിസിബിൾ പ്രോഫിറ്റ് അതായത് ഈ പ്രോഫിറ്റാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ടാണ് അതിനെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ലെസ്. ഇനി നമ്മളെന്ത് കണ്ടത്? ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഷെയർസ് ഉണ്ടെന്ന്. ഷെയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമുക്ക് ഇതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ എമൗണ്ടാണ്. ഈ 4,40,000 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്
95% പോളിസി ഹോൾഡേഴ്സിനും 5% ഇൻഷുറൻസ് കമ്പനിക്കാണെന്നാണ്. പക്ഷെ ഇവിടെ അവർ റേഷ്യോ തന്നിട്ടുണ്ട് 1:10. 1:10 ആവുമ്പോൾ 1:10 മൊത്തം കൂട്ടുമ്പോൾ 11. അപ്പോൾ 1/11 10/11 വരാം. അപ്പോൾ 1/11 ആർക്കുള്ളതാ? ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അപ്പം നമ്മൾ അപ്പം നമുക്ക് 1/11 കണ്ടുപിടിക്കണം. 4,40,000 1/11 കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് 40,000 കിട്ടും. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. അപ്പം നമുക്ക് 4 lakh കിട്ടും. ഇതാണ് ഷെയർ ഓഫ് പോളിസി ഹോൾഡേഴ്സ്. ഷെയർ ഓഫ് പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിന് ഇത്രയും എമൗണ്ട് നമ്മുടെ കൊടുക്കാനുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഓൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട്? ഇൻറ്റീരിയം ബോണസ് പെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് കൊടുത്തതല്ലേ, ഇനി അത് കൊടുക്കണോ? വേണ്ട. അപ്പം നമ്മൾ അതും കൂടി കുറച്ച് എഴുതണം. ലെസ് എമൗണ്ട് ഓൾറെഡി പെയ്ഡ്, അതായത് ഉദ്ദേശിക്കുന്നത് ഇൻറ്റീരിയം ബോണസ് പെയ്ഡ്. എമൗണ്ട് ഓൾറെഡി പെയ്ഡ്. നമ്മൾ നോക്കി ഇൻറ്റീരിയം ബോണസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടില്ലേ? 1,48,000. 1,48,000 നമ്മൾ കുറച്ച് എഴുതണം. കാരണം കൊടുത്ത എമൗണ്ട് ഇനിയും കൊടുക്കണ്ടല്ലോ. അപ്പോൾ കൊടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് എഴുതുക. അപ്പോൾ നമ്മുടെ എമൗണ്ട് വരുന്നത് 4 lakhന് 1,48,000 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2,52,000 കിട്ടും. ഇത് മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് 13,71,000. അതായത് പ്രീവിയസ് ഇയറിലെയും ഈ വർഷത്തെയും മൊത്തം ടോട്ടലാണ് ഈ എമൗണ്ട്. ഈ എമൗണ്ട് ഈ എമൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്ന് ഡയറക്ടേഴ്സ് പറഞ്ഞേക്കുന്ന എമൗണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടുമെയാണ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4,40,000 നമുക്ക് റേഷ്യോ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എത്ര? 1:10. അപ്പോൾ അതിൽ 1/11 ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പം നമുക്ക് 40,000 കൊടുക്കണം. അപ്പോൾ 4,40,000 നിന്ന് 40,000 കുറച്ച് കഴിയുമ്പോൾ 4 lakh കിട്ടും. അതിൻ്റെ ഇൻറ്റീരിയം ബോണസ് പെയ്ഡ് ഓൾറെഡി പെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് അത് കൊടുക്കണ്ട. അപ്പം നമ്മൾ 4 lakhന് 1,48,000 കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ 2,52,000. ഇതാണ് എമൗണ്ട് നൗ അവൈലബിൾ ടു പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിന് ഇപ്പം നിലവിലുള്ള എമൗണ്ടാണ് എത്രയാണ്? 2,52,000. അപ്പം നമ്മുടെ പ്രോബ്ലത്തിൽ 3 കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞിരുന്നത്. വാല്യുവേഷൻ, ബാലൻസ് ഷീറ്റ്, അത് നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ സർപ്ലസ് കണ്ടുപിടിച്ചു. പിന്നെ പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. അപ്പം നമ്മൾ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ബ്രോഡ് ഫോർവേഡ് ചെയ്ത എമൗണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി മൊത്തത്തിലുള്ള പ്രോഫിറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് കുറച്ചിട്ട് അതിൻ്റെ 1/11 ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതിൻ്റെ ഒപ്പം ഓൾറെഡി പെയ്ഡ് ചെയ്ത എമൗണ്ട് കുറച്ച് കാണിച്ച് കഴിയുമ്പോൾ നമുക്ക് എമൗണ്ട് നൗ അവൈലബിൾ ടു ദി പോളിസി ഹോൾഡേഴ്സിന് കിട്ടും. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.